എല്ലാ കാലവും അവരോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞാൻ ഈ ഇലക്ഷന്റെ മുമ്പൊക്കെ 3-4 വട്ടം പറഞ്ഞ കാര്യം കേരളത്തിന്റെ വരും എന്ന് താങ്കൾക്ക് ഏറെക്കാലം രാഷ്ട്രീയ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു ചോദ്യമാണ്. മുസ്ലിം ലീഗിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. 22 സീറ്റാണ് നേടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി അല്ലെ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ എന്താണ് പ്രശ്നം? മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രി ആയാലും എന്താ പ്രശ്നം? നിൽക്കട്ടോ, ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് കേൾക്കാം. ഈ ഇലക്ഷന് മുമ്പ് ഒരുപാട് വട്ടം പറഞ്ഞൊരു സംഗതിയാണ്, UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലീഗിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് ഞാനും അത് ചിലപ്പോൾ മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ അത് വർഗീയവൽക്കരിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട്. അപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അത് കൊടുക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തന്നെ കൊടുക്കണമെന്നുണ്ട്. കാരണം അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയിൽ അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞും കൂടി നമുക്ക് കേട്ടോക്കാം. കാരണം ഏറ്റവും മികച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടികൾ, CPM സ്വീകരിക്കാത്ത മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് VS ജോയി എന്ന് പറയുന്ന പുതിയ MLA. അവരുടെ സിറ്റിംഗ് സീറ്റാണ് കൊടുക്കുന്നത്. VS ജോയി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഒരു കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാനാണ് അവർ സീറ്റ് കൊടുക്കുന്നത്. KT ജലീലിനെ തോൽപ്പിക്കുക അവരുടെ പഴയ നേതാവാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയുന്ന മതേതരത്വം നമ്മൾ കാണാതിരുന്നതാണ്. മുസ്ലിം ലീഗിലെ മുസ്ലിമിൻ എന്ന് പറയുന്ന ആ ഒരു വാക്കെടുത്ത് വെച്ചിട്ട് ഇവരെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ചർച്ചകളല്ല. അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും, 5 മന്ത്രിസ്ഥാനം ചോദിക്കും. ഞാൻ ചോദിക്കുന്നത്, നായന്മാരും ക്രിസ്ത്യാനികളും ഈഴവരും മന്ത്രിമാരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനകത്ത് ഭയപ്പാടോടെ കാണേണ്ട കാര്യമില്ല? അതൊക്കെ ചില സാമുദായിക നേതാക്കൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നരേറ്റീവാണ്. അതിനകത്തൊന്നും ജനങ്ങൾ വീണിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന സീറ്റുകളിലൊക്കെ ആളുകൾ വിജയിച്ചു വരുന്നത്. എറണാകുളം പോലെ ഒരു സീറ്റില് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ആളാണ് ജയിക്കുന്നത്. അതാണല്ലേ കേരളത്തിന്റെ യഥാർത്ഥ മതേതരത്വം. അതിനല്ലേ നമ്മൾ കാണേണ്ടത്. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രിയല്ല, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനമായിരുന്നു. CH മുഹമ്മദ് മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ്. ഒരു അയോഗ്യതയുമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തോ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തോ അവർക്ക് യാതൊരു അയോഗ്യതയില്ല. അവർക്ക് അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ 5 വർഷം UDF പിടിച്ചു നിന്നില്ലേ? അവർ UDF താങ്ങി നിർത്തിയില്ലേ? അവർ എപ്പോഴും വേണമെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാമായിരുന്നു. അവർക്ക് അത്രയും വലിയ ഓഫറുകൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തോടൊപ്പം അവർ അടിയുറച്ചു നിന്നില്ലേ? കേരള കോൺഗ്രസ് മാണി പോയതുപോലെ അവർ പോയില്ലല്ലോ. ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി കൂടെ നിന്നില്ലേ? അവർക്ക് എന്ത് സ്ഥാനമാണെങ്കിലും കൊടുത്തുകൂടെ? അത് അവരുടെ മുന്നണി സംവിധാനം തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അതിൽ കേരളത്തിലെ ജനങ്ങളോ മാധ്യമങ്ങളോ ഒന്നും അസ്വസ്ഥരാവേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചതാട്ടോ. ഇങ്ങനൊരു പോസ്റ്റ് കാണുന്നുണ്ട്. ഇത് ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനമാണോ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തായാലും അത് കേരള രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലെങ്കിൽ ലീഗ് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 5 വർഷം VD സതീശൻ സാർ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉപമുഖ്യമന്ത്രി സ്ഥാനവും അറിയിക്കുന്നുണ്ട്.